നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. UDFും LDFും അവരുടെ പ്രകടന പത്രിക ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് UDF അവരുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതെല്ലാമാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം അല്ലേ? തീർച്ചയായും. ഇപ്പോൾ പറഞ്ഞത് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി, നേരത്തെ രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടുന്ന് പ്രഖ്യാപിച്ച പോലെ തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലും വാഗ്ദാനങ്ങളിൽ ആദ്യം ഇടം പിടിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര, അത് തന്നെയാണ് അവർ നേരത്തെ ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം. രണ്ടാമത്തത് കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ എന്നൊരു വാഗ്ദാനം UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ക്ഷേമ പെൻഷനുകൾ 3000 വർദ്ധിപ്പിക്കുമെന്നൊരു വാഗ്ദാനം, അത് രണ്ട് LDFിന്റെയും UDFിന്റെയും പ്രകടന പത്രികയിൽ 3000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കേരളത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് ഇതിലേതെങ്കിലും മുന്നണിയായിരിക്കും അധികാരത്തിലൊന്നും പ്രതീക്ഷിക്കാം. ക്ഷേമ പെൻഷനായി 2031 ആകുമ്പോഴേക്കും 3000 രൂപയിലെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്ന് കരുതാവുന്നതാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ ഗ്യാരണ്ടിയിൽ തന്നെ ഉള്ളതിന് ആയിരുന്നു ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ വരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരും കൂടി UDF ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. പിന്നെ യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വായ്പ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വരുന്ന പ്രധാന വാഗ്ദാനങ്ങൾ ഇതൊക്കെയാണ്. അതിനുശേഷം സ്വപ്ന പദ്ധതികൾ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി കുറെ പദ്ധതികൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടത് വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതായത് ആദിവാസി കുട്ടികളുടെ പുരോഗതിക്ക് ലക്ഷ്യമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി ട്രൈബൽ യൂണിവേഴ്സിറ്റി വയനാട് തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുപോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അത് ഔദാര്യത്തിന് പകരം അവകാശമാണെന്ന് കണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. 3000 രൂപയിലേക്ക് ഉയർത്തുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അതിനു മുമ്പ് സ്വപ്ന പദ്ധതികളൊന്നും നോക്കിയാൽ അതിൽ മിഷൻ സമുദ്ര എന്ന് പറയുന്ന പദ്ധതി UDFിന്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 44 നദികൾ, 34 തടാകങ്ങൾ, 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, മലനാട് ഇടനാട് മേഖലകളിലെ സമഗ്ര സാധ്യതകൾ ഇതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മാരിടൈം ഒരു വികസനം ഇതുകൊണ്ട് മിഷൻ സമുദ്ര എന്ന പേരിൽ നടപ്പിലാക്കുന്നതാണ് UDF ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി ജലാശയങ്ങളുമായി ബന്ധിപ്പിച്ച് നടപ്പിലാക്കുന്ന പറഞ്ഞത്. അതുപോലെ തന്നെ വ്യോമയാന വികസനത്തിലും പിന്നെ വലിയ സാധ്യതകൾ UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ MSME സംരംഭങ്ങൾക്ക് 100 കോടിയിലധികം വാർഷിക വരുമാന ശേഷിയുള്ള 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്ന ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതികൾക്ക് രൂപം നൽകുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്താരാഷ്ട്ര തൊഴിൽ മാർക്കറ്റിൽ ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന ജോലിയിലെ സ്വഭാവം പഠിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താനും വിദഗ്ധരടങ്ങുന്ന ജോബ് വാച്ച് ടവർ രൂപീകരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയിൽ ഒന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ഹർഷ പറഞ്ഞു വരുന്നത്. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടമായ നവ ആശ്രയ ആരംഭിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശപ്പുരഹിത കേരളം ഉറപ്പാക്കാൻ ഇന്ദിരാ ക്യാന്റീൻ ഇപ്പോൾ കൊച്ചിയിൽ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞത് ഭയങ്കര സക്സസ് ആണെന്നാണ് അറിയപ്പെടുന്നത്. അത് പ്രത്യേക സാഹചര്യങ്ങളിലും പ്രത്യേക മേഖലകളിലും അർഹരായ ജനവിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ ഉറപ്പാക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ യുവശക്തി നാടിൻ സമ്പത്ത് എന്നുള്ള രീതിയിൽ യുവാക്കൾക്ക് പദ്ധതി വിഹിതത്തിന്റെ 5% ഉറപ്പാക്കിക്കൊണ്ട് യുവാക്കൾക്ക് കുടുംബശ്രീ മോഡലിൽ യുവശ്രീ പദ്ധതി, അതായത് യുവശ്രീ സംഘങ്ങൾ എന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പിന്നെ അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുമെന്നും പ്രകടന പത്രികയിൽ പിന്നെ ഭിന്നശേഷിക്കാർക്കായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 20% കൂടുതൽ തുക അനുവദിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ അവഗണന അവസാനിപ്പിക്കാൻ പ്രത്യേക നടപടി ഉണ്ടാവും. പ്രത്യേക വികസന പാക്കേജ് നടപ്പിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നിർധനരായ രോഗികൾക്ക് സഹായം എത്തിക്കാൻ UDF ഭരണകാലത്ത് കാര്യക്ഷമത നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതിതരംഗം അടക്കമുള്ള കാരുണ്യ പദ്ധതികൾ പുനരാരംഭിക്കും എന്നൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്കറിയാം കാസ് പോലുള്ള പദ്ധതികൾ ഇപ്പം നടപ്പിലാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണ സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC ഓട്ടോറിക്ഷ ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഇന്ധന സബ്സിഡി ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപയും അംഗനവാടി തൊഴിലാളികൾക്കും ആശാ, സ്കൂൾ പാചക തൊഴിലാളി അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ പ്രത്യേക നടപടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. സംസ്ഥാനത്ത് അതുപോലെ BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് ഇനി മുതൽ സൗജന്യമാക്കുമെന്നും അതൊരു വലിയ കാര്യമാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ബെഡ് അവരുടെ അവകാശമാക്കുന്നതാണ്. ഏകദേശം നമുക്കറിയാം ജനറൽ ആശുപത്രികളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അത് അവകാശമാക്കി വരുന്ന പറയുമ്പോൾ അത് വലിയൊരു മാറ്റമായി വരും. പിന്നെ വരുന്നത് ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി പ്രത്യേക കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ വരുന്നുണ്ട്. പോണ്ടിച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് മാതൃകയിൽ ബിൽരഹിത ആശുപത്രികൾ ആരംഭിക്കുന്നതായിട്ടുണ്ട്. മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം, കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൗകര്യവും സ്റ്റാഫുകളും എല്ലാം ഉറപ്പുവരുത്തുന്ന വരുന്നുണ്ട്. പിന്നെ ഓരോ വീട്ടിലും ഓരോ ജീവനരക്ഷാ പ്രവർത്തകൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ആശാ പ്രവർത്തകരുടെ ഒരു രീതിയിൽ അതുപോലെ കേരളത്തിൽ പാവപ്പെട്ട കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സ്നേഹ സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നുള്ള കാര്യവും
ഈ പ്രകടന പത്രികയിൽ എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ജാതീയമായ വിഭജനങ്ങൾ പക്ഷപാതം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല നിയമം, നമുക്കറിയാം രോഹിത് വെമുലയുടെ ഇത് രാജ്യത്ത് ഒട്ടാകെ ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കോളേജുകളിലെ വിവേചനങ്ങളും പക്ഷപാതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു പറഞ്ഞിരിക്കുന്നത്. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അതെ ചില കൊണ്ടുവരുന്നുണ്ട്. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും, ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും, SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് ഭവന പദ്ധതിയുടെ കാര്യങ്ങൾ ഇപ്പം LDF-ലും വരുന്നുണ്ട്. ലൈഫ് മിഷന്റെ 2ാമത്തെ ഘട്ടം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈഫ് മിഷൻ പിരിച്ചുവിടുന്ന കഴിഞ്ഞ വർഷം പറഞ്ഞത് UDF പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പുതിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ഒരു വോട്ടിനുള്ള എന്തായാലും പ്രധാനപ്പെട്ട സ്ഥാനമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ സ്ത്രീധന പീഡനങ്ങൾ തടയാൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതി കൂടി അവതരിപ്പിക്കുന്നുണ്ട് UDF. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും, മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും എന്ന സ്ഥാനം വരുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന SCP TSP മാതൃകയിൽ ഫിഷറീസ് സപ്ലൈ നടപ്പിലാക്കും, മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും, മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും, പട്ടയം ലഭ്യമല്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും, സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. മഴക്കാലത്തൊക്കെ അത് വലിയ ഉപകാരമായി വിടുന്നത് പ്രതീക്ഷിക്കാം. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ബഡ്ജറ്റിൽ വകയെത്തിയ തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്നും പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന ഉറപ്പുവരുത്തുന്ന നിയമം നടപ്പിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്ക് ലഭ്യമാക്കാൻ ടൂറിസത്തെ ഇൻഡസ്ട്രിയായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെട്രോ ലൈറ്റ് മെട്രോ പദ്ധതി തന്നെ ചർച്ചകളും സർക്കാർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് അത് നടപ്പിലാക്കുന്നു പറയുന്നുണ്ട്. ഇതുപോലത്തെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെയാണ് UDF-ന്റെ പ്രകടനത്തിൽ പ്രധാനമായിട്ട് വന്നത്. നമ്മൾ വായിക്കാതെ പോയ ചില ചെറിയ കാര്യങ്ങളെല്ലാം വലിയ പദ്ധതികളുണ്ട്. മാനിഫെസ്റ്റോയിൽ വലിയ മാനിഫെസ്റ്റോ ആണ് ഇറക്കിയിരിക്കുന്നത്, വലിയ ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വലുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ പോലെ അല്ലെങ്കിൽ ഭവന പദ്ധതികൾ പോലെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വിഭാഗത്തിലും സ്ത്രീകളുടെ സൗജന്യ എങ്ങനെയൊക്കെ നടപ്പിലാക്കുമെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ UDF അധികാരത്തിൽ എത്തിയതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അത് റിസൾട്ടിന് ശേഷം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ക്ഷേമ പെൻഷനും മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള പ്രത്യേക പദ്ധതിയും KSRTC സൗജന്യ യാത്രയൊക്കെ ആയിട്ട് UDF-ന്റെ വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ സ്കോളർഷിപ്പ് ഇതൊക്കെ വലിയ വോട്ട് നേടാനുള്ള ഒരു വലിയ ചർച്ചയാവും. നമുക്കറിയാം ഇത് അധികാരത്തിലെത്തിയ ശേഷം നമുക്ക് ഇതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കണം. ആ സമയത്താണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും. എന്തായാലും പിന്നെ അധികാരത്തിലെത്താൻ പറ്റിയ UDF സർക്കാർ നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കാം.